നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ചാനൽ വരുന്നുണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച വിവരങ്ങളാണ്. ഏറ്റവും നവീനമായ രീതിയിലുള്ള ട്രെയിൻ കൺട്രോളിംഗ് സിഗ്നലിംഗ് സിസ്റ്റം നിർമ്മിക്കുന്ന, യാത്രക്കാർക്ക് സേഫ്റ്റിയും വിശ്വാസ്യതയും നൽകുന്ന ഇന്ത്യൻ റെയിൽവേയുടെ കവച് എന്നുള്ള പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു കമ്പനിയുടെ വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്നുള്ളത്. ഈ കമ്പനി സ്പെഷ്യാലിറ്റി കേബിൾസും നിർമ്മിക്കുന്നുണ്ട്. അവരുടെ മൊഹാലിയിലുള്ള ഈ പ്രൊഡക്ഷൻ സെൻറ്ററിൽ ഇലക്ട്രോൺ ബീം ഇറാഡിയേഷൻ സെൻറ്റർ അവർ ഈ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ കൺട്രോൾ ആൻഡ് സിഗ്നലിംഗ് ഡിവിഷന് വേണ്ടിയിട്ട് ഹാർഡ്വെയറുകളും സ്പെഷ്യാലിറ്റി കേബിളുകളും നിർമ്മിച്ചു നൽകുന്ന ഒരു കമ്പനിയാണ് ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്നുള്ളത്. ഇവരുടെ ഇഷ്യൂ ജനുവരി 7-ാം തീയതി ഓപ്പൺ ചെയ്ത് 9-ാം തീയതി ക്ലോസ് ചെയ്യുന്ന ഒന്നാണ്. 290 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത ഇത് മുഴുവനായിട്ടും ഫ്രഷ് ഓഹരികളാണ് എന്നുള്ളതാണ്. 1 കോടി ഓഹരികളാണ് ഇത്തരത്തിൽ ഫ്രഷായിട്ട് കമ്പനി ഓഹരി വിപണിയിൽ ഇപ്പോൾ വിറ്റഴിക്കാനായിട്ട് വരുന്നത്. അങ്ങനെയാണ് 290 കോടി രൂപ അവർ റേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ വിശേഷത്തിലേക്ക് കിടക്കാം. സോളാർ കേബിൾസും EV കേബിൾസും ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ ആവശ്യമായിട്ടുള്ള കേബിൾസൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊഹാലിയിൽ മാത്രമല്ല, ബാംഗ്ലൂരും ഹൈദരാബാദിലും ഇവർക്ക് പ്രൊഡക്ഷൻ സെൻറ്ററുകളുണ്ട്. അപ്പം ഉൽപ്പാദിപ്പിക്കുന്ന കേബിൾസിൻ്റെയും എല്ലാം കാര്യം പറയുകയാണെങ്കിൽ റെയിൽവേയുടെ റോളിംഗ് സ്റ്റോക്സ് കേബിൾസ്, നേവൽ ഡിഫൻസിന് ആവശ്യമായ മറൈൻ കേബിൾസ്, സോളാർ PV കേബിൾസ്, ഓട്ടോമോട്ടീവ് കേബിൾസ്, കണക്റ്റേഴ്സ്, ജംഗ്ഷൻ ബോക്സസ്, ഇതെല്ലാം ഇവരുടെ പ്രോഡക്റ്റുകളിൽ പെടുന്നതാണ്. കമ്പനിയുടെ മൊഹാലിയിലുള്ള ഇലക്ട്രോൺ ബീം ഇറാഡിയേഷൻ സെൻറ്ററിൻ്റെ പ്രതിവർഷ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന 1887.6 മെട്രിക് ടണ്ണാണ്. ഇവരുടെ സ്ഥിരം ജീവനക്കാരുടെ എണ്ണം ഏകദേശം 300ഓളം വരും. ഇനി പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മോഹിത് വോറ, അദ്ദേഹമാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി. അദ്ദേഹത്തെ കൂടാതെ അമിത് ധവാൻ, അമൃത് സിംഗ് റന്ധാവ, രൂപീന്ദർ സിംഗ്, വിശേഷ് വിവേക് അബ്രോൾ, ഐജോട്ട് സിംഗ്, അതുകൂടാതെ രാജ്വീന്ദർ സിംഗ് റന്ധാവ. ഇത്രയും പേരാണ് പ്രധാന പ്രൊമോട്ടേഴ്സായിട്ട് കാണുന്നത്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 93.33% ഓഹരികളാണുള്ളത്. ഇഷ്യൂ കഴിയുമ്പോൾ പുതിയ നിക്ഷേപകർ കൂടി വന്നു കഴിയുമ്പോൾ ഇവരുടെ കൈവശമുള്ള ഓഹരിയുടെ ശതമാനം 70 മാറുന്നുണ്ട്, 70% മാറും. ഇനി നമുക്ക് ഫിനാൻഷ്യൽ കണക്കുകളും മറ്റ് കീ ഫാക്ടേഴ്സും നോക്കാം. EPS 3.72, P റേഷ്യോ 77.96, NAV 14.7 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ റവന്യൂ 152.95 കോടി രൂപയാണ് 2023. അടുത്ത വർഷമായപ്പോഴത്തേക്ക് 1% കുറവ് റവന്യൂവിൽ സംഭവിച്ചിട്ടുണ്ട്. 151.82 കോടി രൂപയായിട്ട് അത് മാറിയിട്ടുണ്ട്. 2025 അർദ്ധവാർഷിക കണക്ക് 65.14. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2022 1.94 കോടി രൂപയായിരുന്നു അറ്റാദായമെങ്കിൽ അത് 13.9 കോടിയായിട്ട് 2023 ആയപ്പോഴത്തേക്ക് വലിയൊരു വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത വർഷം 2024 14.71 വളർന്നിട്ടുണ്ട്. അപ്പോൾ റവന്യൂവിൽ 1% ഇടിവ് 2023 നിന്ന് 2024 വരുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറ്റാദായത്തിൻ്റെ കാര്യത്തിൽ അത് 6% വളർച്ചയാണ് കാണിക്കുന്നത്. പക്ഷേ 2025 അർദ്ധവാർഷിക കണക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അത് നഷ്ടമാണ് കാണിക്കുന്നത്. 12.11 കോടി രൂപയുടെ നഷ്ടമാണ് ഈ അർദ്ധവാർഷിക കണക്കുകളിൽ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ കെർനെക്സ് മൈക്രോ സിസ്റ്റംസ് എന്നുള്ള കമ്പനിയുണ്ട്, HBL പവർ സിസ്റ്റംസ്, അപാർ ഇൻഡസ്ട്രീസ്, പോളിക്യാബ് ഇന്ത്യ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ. ഇനി നമുക്ക് 290 കോടി രൂപ കമ്പനി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ 149.72 കോടി രൂപ, അതായത് 150 കോടി രൂപയുടെ അടുത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് കമ്പനി വിനിയോഗിക്കുന്നുണ്ട്. 24 കോടി രൂപ അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് സിസ്റ്റം
ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ചിലവാക്കുന്നുണ്ട്. 23.62 കോടി രൂപ അവരുടെ പേയ്മെൻറ്റുകൾ കൊടുത്തു തീർക്കാനും ചില അഡ്വാൻസസ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള തുകയാണ് കോർപ്പറേറ്റ് ആവശ്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പനി വിനിയോഗിക്കുന്നത്. ഇവരുടെ ലീഡ് മാനേജർ സൺഡേ ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡാണ്. ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യയുമാണ്. ഇനി നമുക്ക് ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക്കിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ IPO ഡേറ്റ് എന്ന് പറയുമ്പോൾ 7-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ്. ഇഷ്യൂ പ്രൈസ് 275 രൂപ മുതൽ 290 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികളാണ് എല്ലാം. 290 കോടി രൂപയാണ് ടോട്ടലായിട്ട് ഇതിൻ്റെ ഇഷ്യൂവിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ. പിന്നെ 50 ഓഹരികളാണ് മിനിമം ബിഡ് ചെയ്യേണ്ടത് ഒരു റീറ്റെയിലറെ സംബന്ധിച്ച്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 10% മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ജനുവരി 10-ാം തീയതി ആയിരിക്കും. ലിസ്റ്റിങ്ങും മിക്കവാറും 14-ാം തീയതിയും ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി വാങ്ങണോ വേണ്ടയോ, അപ്ലൈ ചെയ്യണോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ആവറേജ് പെർഫോമൻസ് ആണത്. ഇതിൻ്റെ റവന്യൂ സൈഡൊക്കെ 2022 കാണുന്നത്. 23-ലും 24-ലും വലിയ വ്യത്യാസമില്ലാതെ ഒരു നേട്ടം ഉണ്ടാക്കാത്ത അവസ്ഥയിലാണ് അതിൻ്റെ റവന്യൂ കണ്ടത്. എന്നാൽ ബോട്ടം ലൈൻ ആണെങ്കിൽ അറ്റാദായത്തിൽ ഒരു പെരുപ്പിച്ച് കാണിക്കലുണ്ടോ എന്നൊരു സംശയമുണ്ട്. 2023-ലും 24-ലും, അതായത് 22-ൽ നിന്ന് വൻ കുതിപ്പ് കാണുന്നുണ്ട്. മാത്രമല്ല 2025-ലെ പുതിയ അർദ്ധവാർഷിക കണക്കിൽ നഷ്ടവുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഏണിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ ഈ 275 രൂപ മുതൽ 290 രൂപ വരെയുള്ള പ്രൈസ് ബാൻഡും വളരെ ഹൈ ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷം കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.